റഫേൽ ഇസ്രായേൽ സേന നടത്തിയ കൂട്ടക്കൊലയാണ് എക്സ് അടക്കം സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം ഫലസ്തീൻ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. തൊട്ടിരിക്കുന്ന ടെന്റുകൾക്ക് മുകളിലായി എല്ലാ കണ്ണുകളും റഫേൽ എന്നർത്ഥം വരുന്ന ഓൾ ഐസ് ഓൺ റഫ എന്നെഴുതിയ പോസ്റ്റർ പങ്കുവച്ചാണ് ലോക ജനത ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ക്രൂരതകൾ ലോകം ഒന്നടങ്കം ചർച്ച ചെയ്യുന്നതായിരുന്നു ഓരോരുത്തരും പങ്കുവെച്ച ആ സ്റ്റോറികൾ. 24 മണിക്കൂറിനുള്ളിൽ 40.8 മില്യൺ തവണയാണ് ഇൻസ്റ്റഗ്രാമിൽ മാത്രം ആ പോസ്റ്റർ സ്റ്റോറിയാക്കപ്പെട്ടത്. ഇസ്രായേൽ ഫലസ്തീന് നേരെ നടത്തുന്ന നരനായാട്ടിനെ ലോകത്ത് വലിയ ചർച്ചയാക്കിയ പോസ്റ്ററാണത്. ഞായറാഴ്ച റഫേലെ ടെന്റുകൾക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ കുട്ടികളടക്കം 45 പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തുവന്ന വിവരം. റഫേലെ കൊല്ലപ്പെട്ട കുട്ടികളുടെയും സ്ത്രീകളുടെയും ചിത്രങ്ങൾ എക്സിൽ വൈറലായതോടെയാണ് ഇസ്രായേലിനെതിരെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത്. എക്സിന് പുറമെ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറീസ് ഫീച്ചറിലൂടെയാണ് ചിത്രം വ്യാപകമായി പ്രചരിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഓരോ രാജ്യത്തെയും സിനിമ, കായിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തകർ ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പോസ്റ്ററുകൾ പങ്കുവച്ചതോടെ എല്ലായിടങ്ങളിലും വലിയ ചർച്ചയായി മാറി. ആ പോസ്റ്റർ നിർമ്മിച്ചതാരാണെന്ന ചർച്ചകൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലെ രാഷ്ട്രീയ ഉള്ളടക്കങ്ങൾക്ക് മാതൃകാ കമ്പനിയായ മെറ്റ വലിയ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. എന്നാൽ ഒക്ടോബർ 7 മുതൽ ഫലസ്തീനിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർക്ക് വലിയ പിന്തുണ ലഭിച്ച ഇടമാണ് ഇൻസ്റ്റഗ്രാം. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതികളെപ്പറ്റി പുറംലോകത്തെത്തിച്ച ഫലസ്തീനിലെ മാധ്യമപ്രവർത്തകർക്ക് വലിയ പിന്തുണയാണ് ഇൻസ്റ്റയിൽ ലഭിച്ചത്. ആ മാധ്യമപ്രവർത്തകരെ ഫോളോ ചെയ്യുന്നവരിലേറെയും ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ നിന്നുള്ളവരാണ്. ഫലസ്തീനിൽ നിന്നുള്ള വിവരങ്ങൾ പുറം ലോകത്തിലെത്തിക്കുന്ന വലിയൊരു മാധ്യമമായി ഇൻസ്റ്റഗ്രാം മാറിക്കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായിരുന്നു ഓൾ ഐസ് ഓൺ റഫ എന്ന പോസ്റ്റർ. അതിവേഗമാണ് ഇൻസ്റ്റയിൽ ആ പോസ്റ്റർ ട്രെൻഡിംഗ് ആയത്. എന്നാൽ റഫേൽ നിന്നുള്ള ചില വീഡിയോകൾ ഇൻസ്റ്റഗ്രാം നീക്കിയിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയും കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളുടെയും ചിത്രങ്ങളാണ് നീക്കിയത്. ചില ചിത്രങ്ങൾ മുന്നറിയിപ്പോടെ ഇൻസ്റ്റഗ്രാം നിലനിർത്തുകയും ചെയ്തു. കഴിഞ്ഞ 8 മാസമായി ഫലസ്തീനിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പുറംലോകം കണ്ടത്. വലിയ തോതിൽ ചർച്ചയായ ഓൾ ഐസ് ഓൺ റഫ എന്ന പോസ്റ്ററിന് പിന്നിലാരാണെന്ന അന്വേഷണം വ്യാപകമാണ്. ഓൾ ഐസ് ഓൺ റഫ പോലുള്ള പോസ്റ്ററുകൾ ഇൻസ്റ്റയിലടക്കം വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്ന പ്രവണതകൾ വ്യാപകമാണെന്ന് സോഷ്യൽ മീഡിയ കൺസൾട്ടന്റും IT വിദഗ്ധനുമായ മാറ്റ് നവാര പറഞ്ഞു. സമൂഹത്തിൽ സ്വാധീനമുള്ള സെലിബ്രിറ്റികളെ പിന്തുടരുന്ന വ്യക്തികൾ അവർ പങ്കുവെക്കുന്ന പോസ്റ്ററുകളും സ്റ്റോറികൾക്കും സമാനമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതോടെയാണ് ഇത്തരം പോസ്റ്ററുകൾക്ക് കൂടുതൽ ദൃശ്യപരത ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞതായി NBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൾ ഐസ് ഓൺ റഫ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സൃഷ്ടിച്ചതാണെന്ന് ഖത്തറിലെ ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയിലെ മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസിന്റെ അസോസിയേറ്റ് പ്രൊഫസറായ മാർക്ക് ഓവർ ജോൺസ് പറയുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് ചിത്രം സൃഷ്ടിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. AI ടൂൾ ഉപയോഗിച്ചുണ്ടാക്കിയ ചിത്രത്തിന്റെ പാറ്റേൺ ആണ് ആ പോസ്റ്ററിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.